Hi guys, welcome to my YouTube channel. ഇന്ന് ജനുവരി 2 ആണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു 9 o'clock ആയി, സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. Then I show you the breakfast. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു, യോഗട്ട് ഉണ്ടായിരുന്നു, അതുപോലെ കോഫി ടീ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കേരള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് കോണ്ടിനെൻ്റൽ ഫുഡ്സും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടം കേരള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതായിരുന്നു കൂടുതൽ കഴിച്ചത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം കുമരകത്ത് വന്ന് താമസിച്ചിരുന്നത് കോക്കനട്ട് ലഗൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. ഇറ്റ്സ് വെരി നൈസ്. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് താജ് കുമരകത്തിലായിരുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമാണിത്. അപ്പോൾ അത് തേർഡ് ടൈമായി. അപ്പോൾ ഞാൻ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. 11 o'clock ആണ് ചെക്ക് ഔട്ട് ടൈം. സോ ഞാനിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. സോ ബൈ റൂം. 2 days ഉണ്ടായിരുന്നു ഈ റൂമിൽ. എനിക്കൊരു സന്തോഷം പറയാനുണ്ട്, കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് ഗോഡ്. ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും ആരും കാണില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും എൻ്റെ വീഡിയോസ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ കുമരകം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ന്യൂ ഇയർ ആയിട്ട് വന്നതായിരുന്നു. ന്യൂ ഇയർ പ്ലസ് ഒരു ഫാമിലി റിയൂണിയൻ പോലെ ആയിരുന്നു. അങ്ങനെ ഒത്തിരി നല്ലതായിരുന്നു. 2 ദിവസം സന്തോഷമായിട്ടിരുന്നു. റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലുള്ള പോർട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റാണ്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ചെല്ലുന്നത് 2 ജനുവരി അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ തിരക്കുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിലൊക്കെ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഓർഡേഴ്സൊക്കെ മെസ്സപ്പ് ചെയ്തായിരുന്നു അവർ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓപ്പൺ എയറിലായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുറച്ച് സ്ഥലങ്ങളല്ലേ കൊച്ചിയിലുള്ളൂ എന്നാണ് എനിക്ക് അറിവ്. നല്ല ഏതെങ്കിലും ഓപ്പൺ എയറിൽ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.